മഞ്ഞുമ്മൽ ബോയ്സ്, ഭ്രമയുഗം, പ്രേമലു, ആടുജീവിതം, ആവേശം. മലയാള സിനിമ അതിർത്തികളെല്ലാം ഭേദിച്ച് അങ്ങനെ കത്തിപ്പടരുന്ന കാലമാണ്. രാജ്യം മുഴുവൻ മലയാള സിനിമയെക്കുറിച്ച് കൗതുകത്തോടെയും ആശ്ചര്യത്തോടെയും സംസാരിക്കുന്നു. ലോകവേദികളിൽ മലയാള സിനിമ അംഗീകരിക്കപ്പെടുന്നു. തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു മിഡാസ് ടച്ച് ഇങ്ങനെ മലയാളത്തെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു അപൂർവ കാലമാണിത്. ഇപ്പോഴിതാ മലയാള സിനിമയെ പ്രകീർത്തിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബോളിവുഡിലെ എണ്ണം പറഞ്ഞ സംവിധായകരിൽ ഒരാളായ അനുരാഗ് കശ്യപ്. ബോളിവുഡിനേക്കാളും ഇപ്പോൾ താൻ കാണുന്നത് മലയാള സിനിമകളാണെന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. ഏതെങ്കിലും മലയാളം പ്രമോഷൻ പരിപാടികളിൽ പറഞ്ഞ കാര്യമല്ലിത്. സ്വന്തം മകളോടാണ് അനുരാഗ് ഇക്കാര്യം പങ്കുവച്ചത്. അത്രയും മികച്ച ചിത്രങ്ങളാണ് മലയാളത്തിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം എത്ര അനായാസമായാണ് ഇവിടെ സിനിമകൾ എടുക്കുന്നതെന്ന് അസൂയപ്പെടുകയും ചെയ്തു. മകൾ ആലിയ കശ്യപിന്റെ യങ് ഡംബ് ആക്ട്രസ് എന്ന പോഡ്കാസ്റ്റ് ചാനലിൽ സംസാരിക്കുന്നതിനിടയിലാണ് മലയാളികൾക്കെല്ലാം അഭിമാനിക്കാവുന്ന ആ അഭിപ്രായങ്ങൾ അനുരാഗ് നടത്തിയത്. അവസാനം കണ്ട ചിത്രങ്ങളിൽ ഇഷ്ടപ്പെട്ടവ എണ്ണിപ്പറയാൻ ആലിയ ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു മറുപടി. ഇംഗ്ലീഷ് സ്പോർട്സ് ഡ്രാമ ചാലഞ്ചേഴ്സ്, റൊമാന്റിക് ത്രില്ലർ ലവ് ലൈസ് ബ്ലീഡിംഗ് എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ മറുപടി. ഹിന്ദിയിൽ ഏതൊക്കെയായി പിന്നീട് ആലിയ. അപ്പോഴാണ് മലയാളത്തെക്കുറിച്ച് അനുരാഗ് മനസ്സ് തുറന്നത്. ഹിന്ദി സിനിമകൾ കാണുന്നത് ഇപ്പോൾ വളരെ കുറവാണെന്ന് തുറന്നു സമ്മതിച്ച അനുരാഗ് കൂടുതലും മലയാള സിനിമകളാണ് കാണുന്നതെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. എന്ത് അനായാസമായാണ് അവർ ഓരോ സിനിമകളും എടുക്കുന്നതെന്നായിരുന്നു അനുരാഗിന്റെ കൗതുകം. മഞ്ഞുമ്മൽ ബോയ്സ്, ഭ്രമയുഗം, ആവേശം എന്നിങ്ങനെ ഉദാഹരണങ്ങളും എണ്ണിപ്പറഞ്ഞു. OTT എത്തിയിട്ടും ആവേശം ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്. കിടിലൻ ചിത്രങ്ങളാണ് അവിടെ നിന്ന് വരുന്നതെന്നും അനുരാഗ് കൂട്ടിച്ചേർത്തു. ഒരു മലയാളം ചിത്രത്തിൽ താനിപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞെന്നും അതുടൻ പുറത്തു വരാനിരിക്കുകയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. സ്വന്തം മകൾക്കൊപ്പം ഇരുന്നുള്ള സംസാരമായതുകൊണ്ട് തന്നെ സിനിമാ രംഗത്തും വ്യക്തി ജീവിതത്തിലുമുള്ള ഒരുപാട് വിഷയങ്ങളിൽ ഔപചാരികതകൾ ഒന്നുമില്ലാതെ സംസാരിക്കുന്നുണ്ട് അനുരാഗ്. സിനിമാ മേഖലയിലെ ക്യാൻസൽ കൾച്ചറാണ് അക്കൂട്ടത്തിൽ ഒരു വിഷയം. ബഹിഷ്കരണ ക്യാമ്പയിനുകളെയും ആളുകളെ ആക്രമിച്ചൊറ്റപ്പെടുത്തുന്നതിനെയും താൻ പിന്തുണയ്ക്കുന്നില്ലെന്ന് അനുരാഗ് വ്യക്തമാക്കി. സംവിധായകൻ സന്ദീപ് വാങ്ക റെഡ്ഡിയെയും അനിമൽ ചിത്രത്തെയും പ്രകീർത്തിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിനെ മകൾ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു അനുരാഗിന് അക്കാര്യം വ്യക്തമാക്കേണ്ടി വന്നത്. ആലിയുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു: സന്ദീപ് റെഡ്ഡിയെയും അയാളുടെ ചിത്രത്തെയും പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്ത കുറിപ്പുകളാണ് പലർക്കും എന്ന പോലെ എനിക്കും പ്രശ്നമായത്. എനിക്കത് ഒട്ടും രസിച്ചില്ല. ഞാൻ അനിമൽ സിനിമ കണ്ട ഉടനെ നിങ്ങളെ വിളിച്ചിരുന്നു. എന്തൊരു സ്ത്രീവിരുദ്ധ സിനിമയാണിതെന്നും വെറുത്തുപോയെന്നുമെല്ലാം ഞാനെന്ന് പറഞ്ഞിരുന്നതുമാണ്. നിങ്ങൾ അതെല്ലാം അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ ഇതേ മനുഷ്യനെ എന്റെ അച്ഛൻ പ്രൊമോട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. ഇതിനോട് അല്പം പതർച്ചയോടെയാണെങ്കിലും അനുരാഗ് പ്രതികരിച്ചു. സന്ദീപ് റെഡ്ഡിയെ നേരിൽ കണ്ട് ഇഷ്ടപ്പെട്ട ആളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ ഒരിക്കൽ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹം വരികയും ചെയ്തു. 5 മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചിരുന്നു. ജനങ്ങളോട് നേരിട്ട് സംസാരിക്കണമെന്ന വിശ്വാസക്കാരനാണ് ഞാൻ. ഇങ്ങനെയെല്ലാം പറഞ്ഞ ശേഷം സിനിമാ ജീവിതത്തിൽ നേരിട്ട വിവേചനങ്ങളെയും ബഹിഷ്കരണ ശ്രമങ്ങളെയും കുറിച്ചെല്ലാം അനുരാഗ് മനസ്സ് തുറന്നു. അതിങ്ങനെയായിരുന്നു: നീ 7 or 8 വയസ്സ് പ്രായമുള്ള കാലത്ത് നിന്റെ അച്ഛനും ഇത്തരത്തിലുള്ള ബഹിഷ്കരണം നേരിട്ടിരുന്നു. ഞാൻ തൊട്ടുകൂടാത്തവനായിരുന്നു. അയാൾ സ്ത്രീവിരുദ്ധനാണെന്നും അയാൾക്കൊപ്പം സിനിമ ചെയ്യരുതെന്നുമെല്ലാം ആളുകൾ പറഞ്ഞു നടന്നു. ഗാങ്സ് ഓഫ് വാസിപൂർ ഇറങ്ങിയ സമയത്തും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ആളുകൾ പലരെയും ഒറ്റപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയയ്ക്ക് മുൻപൊരു ബ്ലോഗ് കാലം ഉണ്ടായിരുന്നു. അന്ന് ഞാനും ഒരു ബ്ലോഗ് ചെയ്യാറുണ്ടായിരുന്നു. ബോളിവുഡ് മൊത്തം എന്റെ ശത്രുക്കളാണെന്ന നിലയ്ക്കാണ് അന്ന് ഞാൻ എഴുതിയിരുന്നത്. എല്ലാത്തിനോടും എല്ലാവരോടും എനിക്ക് കടുത്ത ദേഷ്യമായിരുന്നു. കരൺ ജോഹറിനെ പോലെ ഇൻഡസ്ട്രിയിലെ പലരെ കുറിച്ചും ഞാൻ എഴുതി. ദബാങ് ഇറങ്ങിയ സമയത്ത് സൽമാൻ ഖാനുമായിരുന്നു തല്ല്. കുറച്ചു കാലം കഴിഞ്ഞ് ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. ക്യാൻസൽ കൾച്ചറിനെ ഞാൻ ഒരിക്കലും പിന്തുണയ്ക്കില്ല. ഫെമിനിസ്റ്റും ആക്ടിവിസ്റ്റുമായേക്ക് നമ്മൾ കാണുന്ന പകുതിയിലേറെ പേരും പബ്ലിസിറ്റിക്കാരാണ്. അവർ ഒരിക്കലും സത്യസന്ധരല്ല. 2 വിവാഹമോചനങ്ങൾ കടന്നയാളാണ് അനുരാഗ് കശ്യപ്. അതിൽ ആലിയയുടെ അമ്മ ആരതിയും ഉണ്ടായിരുന്നു. അതേക്കുറിച്ചെല്ലാം ഒരു സങ്കോചവുമില്ലാതെ ചോദിക്കുന്നുണ്ട് അഭിമുഖത്തിൽ ആലിയ. ഇപ്പോൾ എന്ത് തോന്നുന്നു എന്നായിരുന്നു ചോദ്യം. വിവാഹബന്ധം കൊണ്ടു നടക്കാൻ പറ്റിയ ഒരാളല്ലെന്ന സ്വയം തിരിച്ചറിവാണ് തനിക്കിപ്പോൾ കൈവന്നിരിക്കുന്നതെന്നായിരുന്നു അനുരാഗിന്റെ പ്രതികരണം. എനിക്കതിന് സാധിക്കില്ല. സിനിമയും ജോലിയുമാണ് എന്റെ ചിന്ത മുഴുവൻ. യൂറോപ്പിലൊക്കെ ആയിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷേ നല്ല ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. അവിടെ റോയൽറ്റി സംവിധാനമുണ്ട്. ഒരു സിനിമ ചെയ്താൽ പണം വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ റോയൽറ്റി എന്നൊരു പരിപാടിയേ ഇല്ല. എന്റെ സിനിമാ രീതി വെച്ച് ഇടയ്ക്കിടെ ഓരോ സിനിമകൾ എടുക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു. മറ്റു പലരെയും അപേക്ഷിച്ച് എന്റെ ചിത്രങ്ങളിൽ ലഭിക്കുന്ന പണവും ബജറ്റും എല്ലാം കുറവാണ്. അതുകൊണ്ട് തന്നെ നിരന്തരം പടം ചെയ്യുകയും വേണമായിരുന്നു, അനുരാഗ് കൂട്ടിച്ചേർത്തു. തനിക്ക് സഹോദരങ്ങളിൽ നിന്ന് വേവലാതി കൂടെ ഇതിനിടെ ആലിയ പറഞ്ഞു. ഇനിയൊരു വിവാഹത്തിന് നിൽക്കുമെന്ന് കരുതുന്നില്ലെന്ന് അനുരാഗും.
ഒരു കുഞ്ഞിന് കൂടി ജന്മം നൽകാൻ കഴിയുന്ന അവസ്ഥയിലല്ല, അത്രയും പ്രായമായിട്ടുണ്ടെന്നായിരുന്നു തമാശ കലർന്ന മറുപടി. താൻ വളരെ മോശം പിതാവായിരുന്നുവെങ്കിലും നിന്റെ അമ്മ അങ്ങനെയായിരുന്നില്ലെന്നും ആലിയയോട് അദ്ദേഹം പറയുന്നുണ്ട്. അവർക്കൊരു മാന്ത്രികത ഉണ്ടായിരുന്നുവെന്നാണ് അനുരാഗ് മുൻ ഭാര്യ ആരതിയെക്കുറിച്ച് മകളോട് വിവരിച്ചത്.